നമ്മളെല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ആഗസ്റ്റ് 14-ാം തീയതിയാണ് ആമിക്കുട്ടീൻ്റെ ജന്മദിനം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പിറന്നാളൊക്കെ വീട്ടിൽ വെച്ച് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരൊന്നും വിളിക്കുന്നില്ല, നമ്മൾ വീട്ടിലുള്ളവർ തന്നെ ചേർന്നിട്ടൊരു കുഞ്ഞൊരു ആഘോഷം കേട്ടോ. വരാമെന്ന് പറഞ്ഞാൽ നാത്തൂനും ആങ്ങളയ്ക്കൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ. അവരെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, വേറെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നാമത് അക്കുമോനൊക്കെ പനിയല്ലേ. അപ്പോൾ എന്തായാലും എന്നെ വെയിറ്റ് ചെയ്ത് മുകളിൽ നിന്ന് ചേട്ടായിനെ എന്തായാലും കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ ആമിക്കുട്ടീനെ ബസ്സിൽ നിന്ന് വിളിച്ച് ഞങ്ങളിതാ നേരെ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലവയലിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. നാളെ ആമിക്കുട്ടിക്ക് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അതിനുവേണ്ടി നമുക്കൊരു വൈറ്റ് ഫ്രോക്ക് മേടിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ അമ്പലവയലിലേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെ ഇതാ നമുക്ക് വൈറ്റ് ഫ്രോക്കൊക്കെ വേഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് ഫ്രോക്ക് ഒരുപാട് കോസ്റ്റ്ലി എടുക്കണ്ടെന്ന് വിചാരിച്ച് ചെറിയൊരു റേറ്റിൻ്റെ ഫ്രോക്കാട്ടോ എടുത്തത്. നമ്മളത് ഒരുപാടൊന്നും യൂസ് ചെയ്യില്ലല്ലോ. പിന്നെ നമുക്ക് ആമിക്കുട്ടിക്ക് വേണ്ടി ഒരു കേക്ക് മേടിക്കാനാണ് കേട്ടോ പോയത്. കേക്കൊക്കെ അവിടെ പീസാക്കി വെച്ചേക്കുന്നത് കണ്ടപ്പം നമ്മൾ ആമിക്കുട്ടിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, എന്തായാലും അത് കഴിക്കണമെന്ന്. അങ്ങനെ നമ്മളതാ കേക്കൊക്കെ പാക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ കാപ്പി കുടിക്കാമെന്ന് വെച്ചു. ആമിക്കുട്ടീനെ നേരെ കൂട്ടി ഇങ്ങോട്ടല്ലേ കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ പീസ് കേക്കും ഉള്ളിലൊരു ചോക്ലേറ്റ് ലാവയൊക്കെ നിറച്ച ഒരു ബന്നും ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ആ സംഭവം വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ പൈസ കൊടുത്ത് മേടിച്ചല്ലേ വെച്ചാൽ അത് മൊത്തം കഴിച്ചേ. അങ്ങനെ രാത്രി ഒരു 8:56 തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയത്. ആമിക്കുട്ടിക്ക് അപ്പായി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ആമിക്കുട്ടി ഇപ്പോൾ ഇട്ടേക്കുന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മൾ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്ത്